ഹലോ, അപ്പം മട്ടൻ വെച്ചിട്ട് കുറേ നാളായിട്ടോ. അങ്ങനെ ഇന്നലെ ഈസ്റ്റർ ആയിട്ട് വിചാരിച്ചു ഒരു മട്ടൻ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒണിയൻസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഇങ്ങനെ വറുത്തുകൊണ്ട് നിന്ന് സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് ആ സമയം കൊണ്ട് റൈസ് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 8-10 മിനിറ്റ് ആയപ്പോൾ തന്നെ റൈസ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കിലോ മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി യോജിപ്പിച്ചിട്ട് 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ വിസിലടുപ്പിച്ചൊന്നും അല്ലാട്ടോ വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ ആ ഒരു വെള്ളം വറ്റി വരുന്നവരെ നമുക്ക് മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടണം. 1-1.25 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഈ കാണുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ അവസാനത്തെ ഡെക്കറേഷൻ പരിപാടികളാണ്. ആദ്യത്തെ ഒരു ലെയർ നമ്മുടെ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഫ്രൈഡ് ഒണിയൻസും കിസ്മിസും പിന്നെ മല്ലിയില പുതിനയിലൊക്കെ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്യട്ടെ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.